നിക്കി വേലായതായിട്ട് ആടെ നിക്കിങ്ങള്. ഞാനിങ്ങനെ ഓരോ ആലോചനയിൽ ഇങ്ങനെ വരികയാനും കുഞ്ഞുമോനെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇതിന്റെ കാര്യം എന്തെങ്കിലും തീരുമാനാക്കി തരുമോ? എന്ത് കാര്യോ? എന്ത് കാര്യന്നോ? നിങ്ങൾക്കറിയോ ഈ പഞ്ചായത്തിലെ ഏറ്റവും സുന്ദരനായ ചെക്കനാ ഞാൻ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ ഈ പഞ്ചായത്തിലെ ഏറ്റവും സുന്ദരനായ ചെക്കനാ. എനിക്ക് പെണ്ണ് കെട്ടിയില്ലാറുണ്ട്. നാട്ടുകാരൊക്കെ ഷോക്കായി നിൽക്കുക. ഒരു കാര്യം അറിയോ? അത് നിങ്ങൾക്ക് നാണക്കേടാ. ഷോക്കായിട്ട് അതിന്റെ അവിടെ കണ്ണാടി ഒന്നുമില്ല മോനെ. പഞ്ചായത്തിൽ ആരാധാൻ നിങ്ങൾ എന്തെന്നത് സമ്മതിക്കൂലോ? കിളിച്ചുണ്ട മാങ്ങ പോലെ തന്റെ വീടും വെച്ചു ഒരു പെണ്ണിനെ നാട്ടിൽ കിട്ടൂല. ഇതിലും വലിയ സുന്ദരമാർ കിട്ടുന്നില്ല. പിന്നെ ആൾക്ക് നിങ്ങൾ തമാശ കളിക്കില്ല, ഒന്ന് സീരിയസ് ആയി. നിങ്ങൾക്കറിയോ ഈ പഞ്ചായത്തിലെ എല്ലാ വീടും ഞാൻ പെണ്ണ് കണ്ടിറങ്ങി. ഇനി നിങ്ങളെ വീട് മാത്രമേ ഞാൻ കേറാത്ത. എന്റെ വീട് ഞാൻ ചത്തിക്കില്ലെങ്കിൽ എനിക്കൊരു പെണ്ണിനാശരി. ആണോ? ജീവിതത്തിന്റെ പകുതി ഭാഗം മരുഭൂമിയില. ഇനിയിപ്പോ എത്ര നാളാന്ന് വെച്ചിട്ടാ? മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാനത് നിർത്താൻ പോവാ. നിർത്താണോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തന്ന മുണ്ടൊക്കെ പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിനക്കൊണ്ട് നിങ്ങളാ പുസ്തകം അടിക്കി. പുസ്തകത്തിൽ പറയണ്ടാവല്ലോ. ഞാൻ ചവിട്ടി പിടിച്ചൊരു പെണ്ണ്. അതെന്താ ചവിട്ടിപ്പിടുത്തോ? ചവിട്ടിപ്പിടി ശരി. അത് ഞാള് ബ്രോക്കർമാർക്കുള്ള ഒരു പരിപാടിയാണ്. ഈ പെണ്ണിനെ കാണാൻ ചെക്കൻ വരും. ചെക്കൻ വന്ന് പെണ്ണിന് ചെക്കനെ ഇഷ്ടപ്പെട്ടാല് ചെക്കന്റെ പുരേ പോയി പറയും പെണ്ണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടിക്കില്ലാന്ന്. ചെക്കൻ വരുമ്പോ നമുക്ക് 1000 റുപ്യ കിട്ടും. അങ്ങനെ എന്റെ പുരയിലെ കരിയും സാധനം വേണ്ടേ? അല്ലാണ്ട് ഇന്ന പോലത്തെ സാധനം കൊണ്ട് അറിഞ്ഞിട്ടെന്താ? നിങ്ങളെ ജീവിതം സെറ്റാക്കുന്ന കാര്യമല്ല പറയുന്നേ. എന്റെ ജീവിതം സെറ്റാക്കി തരുന്നേ. നിങ്ങൾ ആ ബുക്കിൽ 2 പെൺകുട്ടി എനിക്ക് സെറ്റാക്കി തരി. നമ്മുടെ നാട്ടിനൊന്നൊരു മാറ്റം ഉണ്ടായിട്ടില്ല എപ്പോഴല്ലേ? പറഞ്ഞ് നാക്കെടുത്തില്ല അപ്പോഴേക്കും വീണു. നമ്മുടെ നാടൊന്നും ഒരിക്കലും വികസിക്കില്ല. ഒക്കെ പഴയ പോലെ തന്നെ. ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡും ചോർന്നൊലിക്കുന്ന സ്കൂളും. എടോ, വികസനങ്ങൾ കാണണമെങ്കിലേ അങ്ങ് ദുബായിൽ വന്ന് കാണണം. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കല്ലേ വികസനങ്ങൾ വരുന്നത്. അതാണ് വികസനം. അല്ലാതെ എങ്ങനെ ഈ വികസനം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അല്ലടോ, നിങ്ങളെ പാർട്ടിയല്ലേ ഇപ്പം ഭരിച്ചോണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് പറഞ്ഞ് നേരെയാക്കാൻ നോക്കടോ. തമ്പിച്ചേട്ടാ, സംഭവം ഒക്കെ ശരിയാ. പക്ഷെ ഈ സംഭവങ്ങളൊക്കെ നടക്കണമെങ്കിലേ നമ്മുടെ പ്രസിഡന്റ് ഇല്ലേ, പുള്ളിയുടെ പോക്കറ്റിലേക്ക് എന്തെങ്കിലും ചെല്ലണം. അല്ലാണ്ടൊന്നും ഒരു കാര്യവും നടക്കില്ല. ഓ, അപ്പൊ പോക്കറ്റാണ് പ്രശ്നം. അത് തന്നെ. പോക്കറ്റ് കണ്ടുപിടിച്ചവരോട് പറയാല്ലേ? എനിക്കിതാ ഞാൻ ചവിട്ടി പിടിച്ച പെണ്ണിനെ കണ്ടോഞ്ഞി. എന്നെക്കാട്ടും 32 വയസ്സാ. എന്നെക്കാട്ടും 2 വയസ്സ് കൂടുതലായി. 2 അല്ല 28 ആയിട്ടുള്ളൂ. 28 ആയില്ലേ? പിന്നെന്താ? തമ്പി സാറല്ലേ വരുന്നേ? ഗൾഫിൽ നിന്ന് എത്തിയില്ലേ? അല്ല, തമ്പി സാറിനൊരു മോളില്ലേ? അതൊന്നും എനിക്ക് സെറ്റായി തരുമോ? എനിക്കോ? എനിക്ക് അടുത്ത ആലയിലെ ചാണം കോരിയാണല്ലോ യോഗ്യത ഉണ്ടോ? പറയിപ്പിക്കണ്ട. നിങ്ങളും സംസാരിച്ചു നോക്കി. എന്നെ കണ്ട അത്ര ലുക്കല്ലേ? പെൺകുട്ടിയെ കണ്ട സാറ് വന്ന് നിങ്ങളെ കാര്യം ചോദിച്ചാൽ സെറ്റായി തരിക വേഗം. നമ്മുടെ വേലാതനല്ലേ വരുന്നത്. തമ്പി സാറ് വന്നവരൊക്കെ എത്തിയുള്ളൂ. കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ പോകുന്നു. ഒപ്പിക്കാം. തമ്പി സാറേ, ഞാൻ പറഞ്ഞു കൊണ്ടുവന്നുണ്ടോ? എന്ത്? ഗൾഫിലെ സെന്റ്. എനിക്ക് സെന്റ് അല്ല, ഒരു 1.5 ഏക്കർ എങ്ങനെ തരാം. മിണ്ടല്ലാണ്ട് കാര്യമായിട്ട് ഒരു കാര്യം പറയും. അല്ല, ഇപ്രാവശ്യം വന്ന് നമ്മള് മോളെ കല്യാണമൊക്കെ ഒന്ന് സെറ്റ് ആക്കണ്ടേ? വേണം. കയ്യിലുണ്ട്. നല്ലൊരു ചെക്കനാ. വേലായുധം കൊണ്ടു തരും. ഏതാ എല്ലാം നിലയ്ക്കും വിലയ്ക്കും പറ്റിയ. നിലയ്ക്കും വിലയ്ക്കും പറ്റിയ തന്നെ വേണം. നോക്ക്, നിന്റെ സെന്റ് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ രാവിലെ അങ്ങോട്ട് വരട്ടെ. ശരി സാറേ, നാളെ തന്നെ വരാം. ഈ പ്രവാസികൾ വല്ലപ്പോഴും നാട്ടിൽ അവരെ ചെങ്ങായിമാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. ഇപ്പൊ വരാട്ടാ. വൈദ്യരെ, വൈദ്യര് കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഞാൻ അറിഞ്ഞോളൂ, എല്ലാം ഞാൻ അറിഞ്ഞു. കഴിച്ചോണ്ടിരിക്കുമ്പോഴേ പെട്ടെന്ന് പറ്റിയതാ. ഞാൻ അറിഞ്ഞു, എല്ലാം ഞാൻ അറിഞ്ഞു. അടുത്തവണെങ്കിലും സന്തോഷ് ഷോപ്പിൽ കളിക്കണം. എങ്ങനെങ്കിലും പെട്ടെന്നൊന്ന് ശരിയാക്കണം. കളിക്കാൻ പോണ്ടാണേ. നമുക്ക് ശരിയാക്കാടോ. ചെറിയ ചതവുണ്ടല്ലോ. ഉണ്ടോ? ഇവിടെ വേദനയുണ്ടോ? വേദന ഉണ്ട്. താൻ ബേജാറാവുണ്ടോ? നമുക്ക് ശരിയാക്കാന്നേ.
അത് മതി. കിച്ചുവേ ഒന്ന് കെട്ടാം നമുക്ക്. ഒരാഴ്ച കെട്ടി വെച്ചാൽ എല്ലാം ശരിയാവും. ആ കേട്ടാ. ഇതൊന്ന് പൊക്കിയേ. ഇവിടെയല്ലേ വേദന? ആ ചൂടുണ്ടോ? ചെറുതായി. ഓന് കളിച്ചപ്പോ എന്തോ ചെറുതായിട്ട് പറ്റിയതാ. കുഴപ്പമൊന്നുമില്ല, വൈദ്യരെ കാണിച്ചിട്ടുണ്ട്. നല്ല വേദന ഉണ്ടെന്നാ പറഞ്ഞേ. നോക്കി നോക്ക, കാണിച്ചു വന്നിട്ടല്ലേ ഉള്ളൂ. അമ്മേ, അമ്മോയ് കിച്ചോ, ആ നിങ്ങളാ വാടാ. എന്തല്ലടാ? എന്തൊക്കെയുണ്ട്? കാലുവേന കുറവുണ്ടാ? എൻ്റെ കേരള ടീമിൽ കളിക്കാനുള്ള സ്വപ്നം അത് പോയിട്ടിപ്പോ. കിച്ചു ഇന്ന് സമാധാനപ്പെട്. ഈ സന്തോഷ് ട്രോഫി എന്താ ഈ കൊല്ലാട് കയ്യ? പിന്നല്ലാതെ അടുത്ത കൊല്ലം കളിച്ചുകൂടെ നമുക്ക്? അത്രേ ഉള്ളൂ. പിന്നെന്താ? കളിക്കണം. പിന്നെ അല്ല, അത്രേ ഉള്ളൂ. ബേജാറാവല്ലേ? ആ അമ്മ അതേ പറയുന്ന. പിന്നെന്താ, ഒരു കുഴപ്പമില്ല. ആ പിന്നെ നമ്മളെ ക്ലബിന്റെ പരിപാടി എനിക്കറിയാലോ, ചെറിയ പരിപാടിയൊക്കെ ഉള്ളത്. അപ്പൊ അതിന്റെ കുറച്ച് പിരിവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പരിപാടിന്റെ അപ്പൊ അതിന്റെ പിരിവും കാര്യങ്ങളൊക്കെ കുറച്ച് തിരക്കിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. നടക്കട്ടെ കിടക്കിട്ടോ കേട്ടാ? ഏടാ പിള്ളേരുടെ അടുത്ത് പറഞ്ഞേ, കുഴപ്പമില്ലെന്ന് പറഞ്ഞേ. പറയണോ? ആ ഞങ്ങള് പറഞ്ഞോളാം. ശരി പറഞ്ഞേ. ശരി. ആ മിന്നോ? അമ്മ സുഖല്ലേ അമ്മയ്ക്ക്? സുഖം മോളെ. മോക്ക് സുഖല്ലേ? ആ സുഖായിരിക്കുന്നു അമ്മ. കിച്ചു എവിടെ? കിച്ചു അകത്തുണ്ട്. കാലിന് നല്ല പരിക്കുണ്ടോ അമ്മ? അതൊരു കുഞ്ഞി പരിക്കാ. ആ ക്യാമ്പിൽ വെച്ചിട്ടേ പെട്ടെന്ന് മാറും. അമ്മ നല്ല ഡോക്ടറിനെ കാണിക്കണേ. നല്ല വൈദ്യരെ മോളെ കാണിക്കുന്നത്. ഓനും കുഞ്ഞിരാമേട്ടനും കൂടി ഇപ്പൊ പോയി കാണിച്ചു വന്നിട്ടേ ഉള്ളൂ. ഒരു 2 ആഴ്ച മതി എന്നാ പറഞ്ഞേ. അപ്പോഴേക്ക് ശരിയാവത്രേ. വാ ശരി മോള് വാ. ഇതാണ് കിച്ചുട്ടിന്റെ മുറി. നിങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കട്ടെ, ഞാൻ ചായ എടുത്തിട്ട് വരെ. കിച്ചു ആ മിന്നു, രണ്ടുപേരും കൂടി ക്ലാസ് കട്ട് ചെയ്ത് നടക്കാല്ലേ? കിച്ചു നടക്കട്ടെ. അമ്മ അവർക്ക് ചായ എടുത്തേ. ഒന്ന് പോടാ. അതൊക്കെ അമ്മേനെ ഞങ്ങൾ കണ്ടു. അമ്മ ചായ എടുത്തിട്ട് ഇപ്പം വരും. ഇതെന്താണിത്? ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാവും. ഞാൻ കാണാൻ വന്നില്ലേ, അപ്പൊ തന്നെ എന്റെ പകുതി വേദന മാറി. ഞാനൊന്ന് ഇറങ്ങട്ടെ, വീട്ടുകാരൊക്കെ അവിടെ നോക്കിയിരിക്കുക. ആണോ? ഇനി വരും ശരിക്കും? ഞങ്ങൾ വന്നപ്പോ സന്തോഷായോ? സന്തോഷമായി. എന്നാ ശരി, പോയിട്ട് വരട്ടെ. ഓക്കെ ശരി അച്ചു.